വെൽക്കം ബാക്ക് ടു ഡ്രാമ ടൂർ. ഡ്രാമാസ് ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ടാങ്സണിനെ കാണിച്ചുകൊണ്ടാണ് മിസ്പ്ലേസ്മെൻറ്റിൻ്റെ 13ാമത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത്. അതിനു മുന്നേ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. ഇതുവരെയുള്ള മിസ്പ്ലേസ്മെൻറ്റ് എന്ന ചൈനീസ് ഡ്രാമയുടെ എല്ലാ എപ്പിസോഡ്സിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ. അതുമാത്രമല്ല, ഡ്രാമ സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞോളൂ കേട്ടോ. അപ്പോൾ നമുക്കിനി കഥ തുടങ്ങിയാലോ. ചന്തയിൽ വെച്ച് ടാങ്സൺ വാൻവാനെ കാണുന്നു. താനൊരു ഡോക്ടറാണ്, ഇൻഹെങ്ങിനെ പരിശോധിക്കാൻ പോയിരുന്നെന്നവൻ പറയുമ്പോൾ അവൾ കയ്യിലുള്ള മരുന്നെടുത്തുകൊണ്ട് അതിനെക്കുറിച്ച് ചോദിക്കുന്നു. കൂടുതൽ പരിശോധനകൾ ആവശ്യമുണ്ടെന്നും ഇത് താൻ കൊണ്ടുപോവുകയാണെന്നും അവൻ അവളോട് പറയുന്നു. അവൻ ഓർഡർ ചെയ്ത നൂഡിൽസ് അവൾക്ക് നൽകാൻ പറഞ്ഞേൽപ്പിച്ച് അവൻ പോകുന്നു. തിരിച്ച് ഇൻ കൊട്ടാരത്തിലെത്തി വാൻവാനെ കാത്തിരിക്കുകയായിരുന്നു ഷിയാക്യു. ഇരുവരും മുറിയിൽ കയറി വാതിലടച്ചു. എന്നാൽ സംസാരം മുഴുവനാക്കാൻ സാധിക്കാതെ സെങ്കാവോ അകത്തേക്ക് വരുന്നു. അവൻ ഷിയാക്യുവിൻ്റെ മരുന്ന് സ്വന്തം വായിലാക്കി അത് അവളുടെ വായിലേക്ക് പകർന്നു നൽകുന്നു. എന്തോ ഗുഡ് ന്യൂസ് പറയാനുണ്ടെന്ന് പറഞ്ഞ് വാൻവാനെ പുറത്താക്കുന്നു. തന്ത്രപൂർവ്വം അവളവിടെ നിൽക്കാൻ നോക്കിയെങ്കിലും ഷിയാക്യു അവളെ പുറത്താക്കി. ഇൻഹെങ്ങിൻ്റെ അധികാരമെല്ലാം ഇനി സെങ്കാവോനാണെന്നായിരുന്നു ഗുഡ് ന്യൂസ്. ശേഷം അവൻ ഷിയാക്യുവിനെ ചുംബിക്കുന്നു. ഇൻഹെങ് ഉണർന്നു. ഷിയാബു ഡോക്ടർ ടാങ്ങിനെ വിളിക്കാൻ പോയ നേരം അവൻ യുവാൻ്റെ അടുത്ത് നിന്നും പോകുന്നു. ഇൻ കൊട്ടാരത്തിൽ ഇൻഹെങ്ങിൻ്റെ വസ്തുക്കൾ നോക്കുകയാണ് വാൻവാൻ. ഇൻഹെങ് മാസ്റ്റർ ഇന്നിൻ്റെ സ്വന്തം സഹോദരനല്ല. ഓൾഡ് മാഡം കല്യാണം കഴിഞ്ഞ് ഇൻ കൊട്ടാരത്തിലേക്ക് വന്ന് സ്വന്തം സ്വത്തുക്കളൊക്കെ വിറ്റ് ഇക്സിങ് ബിസിനസ് ഉണ്ടാക്കി. അവർ മരിച്ച ദിവസം ഷെൻ സിറ്റിയിലെ ഒരു ക്ലിനിക്ക് പോലും തുറന്നിരുന്നില്ല. ഇതെല്ലാം ഷിയാക്യു പറഞ്ഞതിൽ വാൻവാന് എന്തെല്ലാമോ ദുരൂഹതകൾ തോന്നി. അപ്പോഴാണ് ഗുഡ് ന്യൂസിൻ്റെ കാര്യം പറഞ്ഞു വന്ന് സെങ്കാവോ അവളെ ബാത്ത് ടബിൽ മുക്കുന്നത്. ഇൻ ഫാമിലിയിലേക്ക് വിവാഹം കഴിച്ച് വരണമെന്ന് മാത്രമേ തനിക്കുള്ളൂ. സെങ്കാവോന് ഇപ്പോൾ അധികാരമുള്ള സ്ഥിതിക്ക് തനിക്ക് സെങ്കാവോനെ മതിയെന്ന് വാൻവാൻ കള്ളം പറയുന്നു. ഇന്ന് രാത്രി നീ എൻ്റേതാണെന്ന് വാൻവാനോട് സെങ്കാവോ പറയുന്നു. അതിനുശേഷം പുറത്തേക്ക് പോയ അവനെയും നോക്കിയിരിക്കുന്ന വാൻവാനെ കാണിക്കുന്നതോടെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി എന്താണ് സംഭവിക്കുന്നതെന്നറിയണ്ടേ? അതറിയാൻ അടുത്ത വീഡിയോ വരെ കാത്തിരിക്കുക. ഇത്തരം വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.